നക്കട്ടോളി. സുബഹ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് എല്ലാവരും നിസ്കരിക്കണം. അതിന് സുബഹി നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് 2 റവാത്തിബ് മാത്രമല്ല, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു. എന്നാണ് ഞാനൊരു ഹദീസ് ഇങ്ങനെ നോക്കുമ്പോൾ 65 അടയാളങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. അതിലുണ്ട് യഖില്ലുൽ ഉലമാഉ വയക്സുറുൽ ഖുറാഉ, പണ്ഡിതന്മാർ കുറഞ്ഞു വരും, ഓത്തുകാർ അധികരിക്കും. ഇപ്പം എല്ലായിടത്തും ഹിഫ്ള് കോളേജാണ്. അങ്ങനൊന്നുണ്ട്. ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി ഉയർന്നു വരുന്ന ഈ ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞതാ, ഈമാൻ ഇല്ലാതായി പോവാതിരിക്കാൻ ചൊല്ലേണ്ട ദിക്ർ. ഫർള് നിസ്കാരങ്ങൾ കുറയുകയും സുന്നത്തുകൾ അധികരിക്കുകയും ചെയ്യുന്ന കാലം വരും. അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. ദിക്റും ഹൽക്കയും കൂട്ടവും ദുആയും ഒക്കെ ഭയങ്കരമാണ്. ജമാഅത്തിന് ആരുമില്ല അല്ലേ? അപ്പം സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ച് അല്പസമയം വലത് ഭാഗത്തേക്കൊന്ന് ചരിഞ്ഞു കിടക്കുക. അതിലൊരു ദിക്റുണ്ട്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ ഹമലത്തിൽ അർശ് വ മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ർനി മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ 7 പ്രാവശ്യം ആവർത്തിക്കണം. അത് സാധാരണ ചെല്ലുന്ന ദിക്ർ. ചെല്ലുണ്ട്. ആ ദിക്ർ എല്ലുന്നവരൊക്കെ ഒന്ന് കൈവയ്ക്കുന്ന സദസ്സിന് ധൈര്യമായിട്ട് ബുക്ക് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാളുണ്ട്, ബാക്കിയുള്ള പഠിക്കണം. ആ ദിക്ർ ചൊല്ലിയിട്ട് ഒന്നുകിൽ ആ കിടത്തത്തിൽ തന്നെ ആയിക്കോട്ടെ, അല്ലേ എഴുന്നേറ്റിരുന്നിട്ട് ഒരൊറ്റ ദിക്ർ 40 പ്രാവശ്യം ചൊല്ലണം. എന്തിനാൽ സലാമത്തിൽ ഈമാൻ, ഈമാൻ സലാമത്താവാൻ വേണ്ടിയാണ്. അതാണ് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറയണം. എങ്ങനാ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഒന്ന് പറയും മനുഷ്യന്മാരെ. അങ്ങനെ നാളെ സുബഹിൻ്റെ മുമ്പ് തുടങ്ങണത്. എന്തിന്? ഈമാൻ തെറ്റിപ്പോവാതിരിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞെന്ന ഒരു ദിക്റാണത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പലതും ഉണ്ട്.